ഹായ് ഹലോ MR പോൾട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇടവേള വന്നുപോയി നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ. അപ്പോൾ അത് വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ വീട് താമസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. വീട് താമസമൊക്കെ കഴിഞ്ഞു. അപ്പം നല്ല മഴയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കും കാര്യങ്ങളും, പിന്നെ ഇവരെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നും നല്ല മഴയാണ് കേട്ടോ. കോഴിക്കോടേക്കൊക്കെ നല്ല മഴയാണ്. കാറ്റും മഴയെന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. അപ്പോൾ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ വീഡിയോ ഒന്നും എടുക്കാനും ഒന്നിനും സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നിപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവരെ കാര്യങ്ങളൊക്കെ, കോഴികളെ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ സെറ്റാക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം സെറ്റാക്കി എന്ന് പറഞ്ഞുകൂടാ, ഇവരാണെങ്കിൽ ഇവരെ നമ്മൾ ഈ ചുറ്റുപാടും ഈ നെറ്റ് കെട്ടിയെന്നല്ലാണ്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, വെയിലായിരുന്നല്ലോ. അപ്പം മഴ പെയ്തപ്പോഴേക്ക് ആകെ ചളി പിളി എന്നുള്ള അവസ്ഥയായി, മൊത്തം ചളിയായി. വെള്ളമാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല, മൊത്തം ചളിയോട് ചളി. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ നടന്നും തായും പിന്നെ ചിന്തിയൊക്കെ മൊത്തം കുഴഞ്ഞ് മറിഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എല്ലാം കൂടെ ഈ കൂട് മൊത്തത്തിലൊരു ചളിക്കുളമായി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പിന്നെ ടാർപ്പോ ഷീറ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ കെട്ടിക്കൊടുത്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫുള്ളും നനയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കൂടിൽ കയറി നിന്നാലും നനയാണ്, കൂട്ട് കയറി നിന്നാലും നനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയും നല്ല ശക്തിയിലുള്ള കാറ്റും ഈ രണ്ടും കൂടെ അങ്ങോട്ട് വരുമ്പോഴേക്ക് ചിമ്മാനി അടിച്ച് കയറി കൂട്ടിലേക്ക്. അപ്പോൾ കൂടും നനഞ്ഞ് പൊതിർന്ന് ഞാനിപ്പോൾ ഇങ്ങനെ മൂടിയിട്ട കൂട്ടിൽ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് കോഴിമക്കളൂടെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒന്നും പറയണ്ട, അതിറ്റുങ്ങളും നനഞ്ഞ് എല്ലാം കൂടെ ഒരു ദിവസം ഞാൻ വന്നു നോക്കുന്ന സമയത്ത് മൊത്തം നനഞ്ഞു കുളിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ച അതിറ്റുങ്ങളൊക്കെ വെച്ചതായി പോവുണ്ടാവും, ചത്തു പോകുന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒന്നും ആയില്ല. ഞാൻ നന്നായിട്ട് കൂടൊക്കെ പിന്നെ കുറച്ച് പൊതിഞ്ഞ് വെച്ചോണമായി, മൊത്തം ചാക്കൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എടുത്ത്. എത്രയൊക്കെയോ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മഴയും കാറ്റും കൂടി വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ വെള്ളം ഉള്ളിൽ കയറുക. അപ്പോൾ കുറേയൊക്കെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഉള്ളിൽ കയറാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മക്കളുണ്ട് കേട്ടോ, ആ കാണുന്ന കൂട്ടിൻ്റെ ഉള്ളിൽ മക്കളുണ്ട്. അപ്പോൾ ഞാൻ ഐറ്റിങ്ങൾ പുറത്തൊന്നും വിടാറില്ല. ഇപ്പം തള്ളക്കോഴി ഉള്ളതിനെ കൊണ്ട് ആ ഒരു ചൂടൊക്കെ പറ്റി ഓരങ്ങനെ കിടക്കുന്നുണ്ട്. ഐറ്റിങ്ങളെ ഞാൻ പുറത്തേക്കേ വിടലില്ല. ഇപ്പോൾ ഇവരെ നമുക്ക് പുറത്ത് വിടാണ്ട് നിൽക്കാനാവില്ലല്ലോ, ഈ കൂടിനുള്ളിൽ തന്നെ ഇവർ തിങ്ങി നിൽക്കാനാവുകയില്ല. അപ്പോൾ ഈ കൂട് ഇത് മൊത്തം പൊളിഞ്ഞു പോയി, ഇതിൻ്റെ അടിഭാഗമൊക്കെ എടുത്തു പോയി കേട്ടോ. ഇത് കുറച്ച് പഴയ കൂടായിരുന്നു, മഴയും കൂടെ പെയ്ത് എല്ലാം കൂടെ നനഞ്ഞതായപ്പോഴത്തേക്ക് കൂട് മൊത്തം നശിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ പുതിയ കൂടൊക്കെ കൊണ്ടുവരണം, അതിൻ്റെ കുറച്ച് പരിപാടിയിൽ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് പിന്നെ ഒന്ന് നനയാണ്ടും താഴാണ്ടും നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ കെട്ടി കൊടുത്തു. അത് നമ്മൾ ചുറ്റുപാട് മാത്രമല്ലായിരുന്നു ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നത്, നെറ്റല്ലേ ഇട്ടുള്ളൂ. ഇപ്പോൾ ടാർപോളിൻ ഷീറ്റ് വാങ്ങിയിട്ട് മോൾക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു കാറ്റും മഴയും വന്നാൽ ഇവർ നനയുന്നുണ്ട്. നനയാന്ന് വെച്ചാൽ എന്തായാലും ഇവരൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോഴത്തേക്ക് ഈ വെള്ളവും കാര്യവും ഒക്കെ തെറുകയും താവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ടാണ് സങ്കടമാവുകയും ചെയ്യുക. കാരണം എന്തെങ്കിലും ഈ ഒരു സമയത്തൊക്കെ ആണല്ലോ സൂക്കേടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത് പേടിച്ചിട്ട് ഇങ്ങനെ ഒന്നും വരാണ്ട് നിൽക്കാനുള്ള ഓരോ പരിപാടികൾ എന്നെക്കൊണ്ടാവും പോലെയൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മഴക്കാലത്ത് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഒന്ന് ഈ മഴ മാറി നിന്നിട്ട് ഒന്ന് വെയിലറച്ചാലേ ഇപ്പം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആവും പോലെ ഇവരെ ഞാൻ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നനഞ്ഞു കുതിർന്ന് നിൽക്കുക. ഈ മക്കളെ കാര്യമൊക്കെ ആണെങ്കിൽ സങ്കടം, നല്ല മക്കളല്ലേ, നമ്മളെ ആദ്യം വിരിഞ്ഞ മക്കളാണ്. അപ്പോൾ അതിറ്റുങ്ങളൊക്കെ ഒന്ന് പിന്നെ പച്ച വെച്ച് വരുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ മഴയും എല്ലാം കൂടെ കൊണ്ട് ചടച്ച മഴ, എന്താ പറയുക, ഒന്ന് ചോർന്ന് കിട്ടിയതിന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതും ഇല്ല, എല്ലാം കൂടെ മഴയും കാറ്റും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഒന്ന് വെയിലറച്ച് കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. പിന്നെ മൊത്തത്തിലൊന്ന് മറച്ചൊക്കെ ഒരു റെഡിയാക്കി എടുക്കാനും. പക്ഷേ എന്തിനും ഇതൊന്നും മാറി നിൽക്കണ്ടേ. ഇപ്പം മഴ കൂടി തന്നെയാണ്, റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കോഴിക്കോടൊക്കെ. അപ്പോൾ എനിക്ക് ഇവരെ കാര്യം ഓർത്തിട്ടാണ് ഏറ്റവും വലിയ വിഷമം.
നമ്മൾ ആശിച്ച് ഒന്ന് നന്നാക്കിയൊക്കെ കൊണ്ടുവരുന്ന സമയമല്ലേ. അപ്പോൾ ഈ മഴ അടച്ചൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ബാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്ന നമ്മളെ കോഴികളെ വളർത്തുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നാണ് കൊടുക്കലുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാനിപ്പോൾ പിന്നെ മരുന്നായിട്ടൊന്നും ഇവർക്ക് കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ പിന്നെ മഴക്കാലം എന്താ പറയുക പ്രതിരോധത്തിന് വേണ്ടിയിട്ടേ അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നാട്ടുമരുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം എനിക്ക് ഇവരെ ഒന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും ആശിച്ച് പോറ്റുന്ന കോഴികളല്ലേ. അപ്പോൾ ഇവർക്ക് എനിക്ക് ഇവരെ കാര്യത്തിൽ ഒന്ന് മൊത്തത്തിലൊരു കൂടൊക്കെ സെറ്റാക്കി എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം മഴയത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കൂട് വാങ്ങണം, എല്ലാ പരിപാടിയും ഉണ്ട്. ഇതൊക്കെ ഒന്ന് നടക്കണമെങ്കിൽ ആദ്യം ഇവിടെ മഴയൊക്കെ ഒന്ന് ചോർന്നിട്ട് ആദ്യം ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഒരുപാട് എന്താ പറയുക മഴവെള്ളം വീണിട്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രശ്നമില്ല. സ്ഥലത്തിൻ്റെ സൗകര്യക്കുറവ് അങ്ങനത്തെ ഒന്നുമല്ല പ്രശ്നം. ഈ മഴ വെള്ളം വീഴുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നിൽക്കുക. ഇത് ടാർപ്പായിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പം മറ്റേ കൂടുകളിലൊന്നും ഇവർക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാർപ്പായിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നനയാണ്ടേ. പക്ഷേ ഈ ചുറ്റുപാടും വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേലെ നിന്നൊക്കെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ചാടുമല്ലോ. അപ്പോൾ ആ വെള്ളം ഒക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപായങ്ങൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മഴക്കാലത്തൊക്കെ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ കോഴിനെ പോറ്റുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തന്നാലേ നമുക്കൊരു ഉപകാരമാണല്ലോ. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലൊക്കെ വെള്ളം വന്ന് വീഴുക. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ വലിച്ച് കെട്ടിയതിന് ശേഷം ഒരു ഏകദേശം വെള്ളം വീഴാത്ത ഒരു ഭാഗത്തേക്ക് ഫുഡ് കൊടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അവർ നല്ല കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇവർക്കെന്നാലും നനഞ്ഞ് കുതിർന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് തന്നെയായാലും പുറത്തൂടെ നടക്കുന്ന കോഴികൾ എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും കൂട്ടിലും ഇതുപോലെ ഒരു കാറ്റൊക്കെ വരുന്നതിനെ കൊണ്ടുള്ള പ്രയാസങ്ങൾ, കാറ്റും മഴ ഒരുമിച്ച് വരുമ്പോഴേക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. രാവിലെ തുടങ്ങും. ഒന്ന് ഇടവേള ഒരിത്തിരി നേരം ഒന്ന് പിന്നെ ഇടവേള കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ പിന്നെ പെയ്യും. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെ നമ്മളെ കോഴിനൊക്കെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.